ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുണ്ട്. നമ്മൾ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ കൊന്നുകെട്ടി തൂക്കിയ ഷീ ജിൻപിങ് തിരിച്ചു വന്നിട്ടുണ്ട്. ഷീ ജിൻപിങ്ങുമായിട്ട് നമ്മുടെ ജയശങ്കർ കൈ കൊടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുള്ളിയെ കണ്ടപ്പോൾ ഷീ ജിൻപിങ്ങിന് വളരെ സന്തോഷമായി. കാരണം പുള്ളി അവിടെ വർക്ക് ചെയ്തതാണല്ലോ, നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ചൈനയിൽ. ചൈനീസ് ഭാഷയിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഷീ ജിൻപിങ്ങിന് കൈ കൊടുക്കുന്നുണ്ട്. പയറുമണി പോലെ അയാൾ എണീച്ച് നടക്കുന്നുണ്ട്. അയാൾക്ക് ഒരു കുരുവില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള അഭ്യൂഹങ്ങളൊക്കെ എന്തൊരു അഭ്യൂഹങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ ചൈനയെ എന്താ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ചൈനയെ. അതൊന്ന്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് എന്ന് ഒന്ന് അറിയണം. അതിനു മുമ്പ് അറിയേണ്ടത് നമ്മുടെ വ്യാപാര കരാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രംപ് കുറെ കാലമായിട്ട് ഇന്ത്യ കാല് പിടിക്കുകയാണ്. അപ്പൊ ഈ വ്യാപാര കരാറാകുമ്പോൾ ഇന്ത്യയുടെ ഡിമാൻഡ്സ് ഒക്കെ അമേരിക്ക അംഗീകരിച്ചോ? ഇപ്പോ എന്ത് ടൈപ്പ് ഒരു വ്യാപാര കരാറാണ് ഉണ്ടായിരിക്കുന്നത്? യു കെയിൽ നമ്മളൊരു ഫ്രീ ട്രേഡിനായിട്ടുള്ള ഒരു കരാറാണ് വെച്ചത്. അപ്പൊ ട്രംപിന് വേണ്ടത് അതാണ്, സമാനമായിട്ടുള്ള കരാറാണോ വെച്ചിരിക്കുന്നത്? ആദ്യം തന്നെ ഷീ ജിൻപിങ്ങിലേക്ക് പോകാം. കാരണം കഴിഞ്ഞ കുറെ ആയിക്കോട്ടെ. ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളത്തിലെ പല മാധ്യമങ്ങളും അദ്ദേഹത്തെ ഉം. കൊന്നു, അദ്ദേഹത്തിന്റെ 16 അടിയന്തര മരണം നടത്തിയ ഒരു വാർത്തയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഉം. നമ്മുടെ വലിയ വാർത്ത അത് ന്യൂസിന്റെ മലയാളം ബ്രേക്കിംഗ് ആയിട്ട് നൽകുകയും ചെയ്തു. കാരണം ഒരു അപ്രതീക്ഷിതമായ ഒരു നീക്കം എന്ന് പറയേണ്ടി വരും. ഉം. ഷഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് എസ് ജയശങ്കർ ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വാങ് യു, അതായത് അവിടുത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഈ ഉച്ചകോടിക്കിടയിൽ ഒരു സമയം കണ്ടെത്തി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഈ ചൈനീസ് പ്രസിഡന്റിനെ കാണുന്ന ഒരു വാർത്തയേ ഇല്ലായിരുന്നു. ഒപ്പം അതെ. തന്നെ പിന്നീട് അതിനോടനുബന്ധിച്ച് വന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ, അതായത് ഇപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായും മറ്റും ചർച്ച നടത്തുന്ന വിവരങ്ങൾ രഹസ്യാത്മക സ്വഭാവമുള്ളതായിരിക്കും, അത് പുറത്തു വിടരുതെന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ വന്നതായിട്ട് ചില ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉം. പറഞ്ഞതുപോലെ 2020 നമ്മുടെ ഈ ഗാൽവാൻ താഴ്വരയില് ചൈനയും ഇന്ത്യയും തമ്മിൽ നടന്ന, നമ്മുടെ പട്ടാളക്കാർ തമ്മിൽ നടന്ന ഒരു ഏറ്റുമുട്ടൽ, അതിനെ തുടർന്ന് നമ്മുടെ ബന്ധം വളരെ വഷളാകുകയും ഈ ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയും അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ അത് അത്രത്തോളം വഷളായി, ഉം. ഉം. വളരെ അകന്നു. ഒരു സമയത്ത് യുദ്ധം ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ ഭയന്നിരുന്നൊരു സമയം. അതിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം അവിടെ എത്തി. അതിനു മുമ്പ് 2 മീറ്റിങ്ങുകൾ നടന്നിരുന്നു. ഒന്ന് നരേന്ദ്രമോദി ഷീ ജിൻപിങ്ങുമായിട്ട് റഷ്യയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. രാജ്നാഥ് സിംഗുമായിട്ട് കെയ്തോയിൽ വെച്ചിട്ട് അവിടെ പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച. ഇത് 3ാമത്തെ കൂടിക്കാഴ്ച. ഇത് ഉം. അപ്രതീക്ഷിതമായിരുന്നു നീക്കം. ഇന്ന് രാവിലെ ആയിരുന്നു എസ് ജയശങ്കർ ഷീ ഉം. ജിൻപിങ്ങിനെ കാണാൻ എത്തിയത്. അപ്പോ ഉം. അതിനു മുമ്പ് ഇന്നലെ ചില കാര്യങ്ങൾ ധാരണയായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ നമുക്ക് അതിർത്തിയിലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, എല്ലാമില്ല, കുറച്ചധികം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഉം. കാലമായിട്ട് നമ്മൾ നടത്തുന്ന ചർച്ചകളുടെ ഭാഗമായിട്ട് 2 കൂട്ടരുടെയും സൈന്യത്തെ അവിടുന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പൊ ഉം. അവിടെ ഇതായി. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പുതിയ തീരുമാനം, ഇരു രാജ്യങ്ങളും എടുത്തിരിക്കുന്നത്, ഈ രാജ്യങ്ങളാകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും വളർന്ന് ഒരു സംഘർഷത്തിലേക്ക് എത്തരുത്, അത് ഒരു ഓക്കെ. യുദ്ധത്തിന്റെ വക്കിലേക്കോ പിണക്കത്തിന്റെ വക്കിലേക്കോ എത്തരുത് എന്നൊരു ഒരു കരാറിലാണ്. കരാർ എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും പറഞ്ഞിരിക്കുന്നത് പരസ്പര വിശ്വാസത്തിലെടുത്ത് നമുക്ക് മുൻപോട്ട് പോകണം. സ്വാഭാവികമായി ഉം. രാജ്യത്തിന്റെ നിലപാടുകളും വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഈ അമേരിക്കയോട് ഇപ്പൊ ഇന്ത്യക്കുള്ള ഒരു നിലപാടായിരിക്കില്ല ഒരു പക്ഷേ ചൈനയ്ക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വരും. പക്ഷെ അതിനകത്തൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ഈ ദലൈലാമ വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കുത്തിത്തിരിപ്പിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ദലൈലാമ വിഷയത്തിൽ ഇന്ത്യയുമായി യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ സഹിതം പറഞ്ഞു. പക്ഷെ ദലൈലാമ വിഷയം ചർച്ച ചെയ്തതായിട്ടെങ്ങും ഈ വാർത്തകളിലേ ഇല്ല. ഇവിടുന്ന് ജയശങ്കർ പോയപ്പോഴേ അല്ല, പക്ഷെ എല്ലാവരും പറഞ്ഞ അതിന്റെ ഇടയിൽ ദലൈലാമ കൂടെ വിഷയം ചർച്ച. ചൈന, ഇന്നത്തെ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ചൈന അതിന്റെ ഇടയിൽ കൂടെ ഒരു കുത്തിത്തിരിപ്പ് നടത്താനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു. അത് ബീച്ചേട്ടനെ ശ്രദ്ധിച്ചു കാണും. അതായത് ഈ ഒരു സൗത്ത് ഏഷ്യൻ ബോർഡർ രാജ്യങ്ങൾ, ഇപ്പൊ ബ്രിക്സ് പോലെ ഒരു രാജ്യങ്ങളുടെ, ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഒരു സൗത്ത് ഏഷ്യൻ ബോർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൈന ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പാകിസ്ഥാനും ചൈനയും എന്തായാലും ഉണ്ട്. ബംഗ്ലാദേശ് ഉൾപ്പെട്ടിട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നേപ്പാളിനെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം അവർ നടത്തിയപ്പോൾ നേപ്പാൾ അത് തടഞ്ഞു. നേപ്പാൾ തടഞ്ഞിട്ട് പറഞ്ഞു ഇന്ത്യയെ ഉൾപ്പെടുത്താതെ ഞങ്ങൾ അതിനകത്ത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു കുത്തിത്തിരിപ്പല്ലേ? അല്ല, ആ ഒരു സഖ്യം ഇപ്പോൾ തുടങ്ങിയതല്ല, അത് തുടങ്ങിയിട്ട് ഒരുപാട് ഉം. നാളുകളായി. അത് എങ്ങനെ ഉം. ക്ലച്ച് പിടിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ആകെയുള്ള പൈസക്കാരൻ ചൈനയാണ്. അപ്പൊ ചൈന ഈ ബാക്കിയുള്ള രാജ്യങ്ങളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് മാറും. ബ്രിക്സ് പോലെയല്ല. ഉം. ബ്രിക്സ് എന്ന് അതെ. പറഞ്ഞാൽ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രാജ്യം സാമ്പത്തികമായിട്ടാണ്. ചൈന കുറെ നാളായിട്ട് തുടങ്ങുന്നതാണ്. അതിനകത്ത് ബംഗ്ലാദേശ് ഉണ്ട്, ഓൾറെഡി ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ചൈനയുണ്ട്. ഉം. ഇവരിത് മാക്സിമം നോക്കിയിട്ടും ഇതിനപ്പുറത്തേക്ക് സഖ്യം ഇതുവരെ വളർന്നിട്ടില്ല. ഇവർ പലരെയും നോക്കി അതിനിടയ്ക്ക് കൊണ്ടുവരാനായിട്ട്, ഇന്തോനേഷ്യ നോക്കി, പലരെയും നോക്കിയിട്ട് ആരും വരുന്നില്ല ഇതിനകത്ത്. ഉം. കാരണം എന്ന് ഉം. വെച്ചാൽ ഇതിനകത്ത് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ ഒരു G7 ഒക്കെ
ബദലായിട്ട് നിൽക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള സഖ്യമാണ്. ഇത് അങ്ങനെയില്ല. ഇതിനകത്ത് ആകെ ഒരു വമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഭംഗിയായിട്ട് ഇന്ത്യ ഓരോ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തി സഖ്യവും വ്യാപാര കരാറും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോ എന്താ പറ്റുന്ന വെച്ചാൽ ഒരു ശക്തൻ ഈ രണ്ട് ദുർബലരെ കൊണ്ട് നടക്കുന്നത് പോലത്തെ അതായത് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല അതിൽ. നിലവിൽ ഇപ്പൊ ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാനായിട്ട് ചൈനയ്ക്ക് നല്ല ബന്ധവും ഉണ്ട് താനും. അപ്പം അത് നേരത്തെ തന്നെ ഉള്ളതാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം ഒരു ചാപിള്ള കണക്കാണ്. അത് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായത്. അപ്പൊ അത് അങ്ങനത്തെ സഖ്യം ഇതുവരെ അങ്ങനെ സക്സസ് ആയിട്ടുമില്ല. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും ഈ പറയുന്ന ചൈനയും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആഗോള തലത്തിൽ തന്നെ ഈ ട്രംപ് ഉയർത്തുന്ന താരിഫിന്റെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പോ കാരണം ഇന്ന് എന്താണ് ഇദ്ദേഹത്തിൽ നിലപാട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബിസിനസ്സുകളെ ഒരുപാട് ബാധിക്കുന്നുമുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നു ഇന്നിപ്പോ താരിഫ് ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ താരിഫ് വെക്കും. ഇന്ന് ഉപരോധം ഉണ്ടെന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, ഇന്ത്യയും ചൈനയും ഭീകരമായി നോക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ ആഗസ്റ്റ് 1 മുതൽ ചിലപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നേക്കും. കാരണം ട്രംപ് ഇപ്പോൾ ഒരു 50 ദിവസം പുട്ടിന് കൊടുത്തിട്ടുണ്ട്. 50 ദിവസത്തിനുള്ള യുദ്ധം തീർത്തില്ല എന്നുണ്ടെങ്കിൽ പുട്ടിൻ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതായത് റഷ്യക്കെതിരെ ഒരു ഉപരോധം പ്രഖ്യാപിക്കുമെന്ന് മാത്രമല്ല, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണയും മറ്റു സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100% താരിഫ് ഈടാക്കുമെന്നാണ്. ഈ 100% എന്ന് ഉദ്ദേശിച്ചത് 100% താരിഫാണോ അതോ നിങ്ങൾക്ക് 100% അടിച്ചു തരുമെന്നാണോ എന്ന് അറിയില്ല. അതായത് നിങ്ങൾക്ക് മൊത്തത്തിൽ തരുമെന്നാണ്. കാരണം നേരത്തെ അദ്ദേഹം 200 എന്നാണ് പറഞ്ഞത്. 500% താരിഫ്. ഇപ്പൊ അത് 100% എന്ന് അദ്ദേഹം പറയുന്നത് 100% സമ്പൂർണ്ണ ഉപരോധമാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ ആ ഒരു പൊരുൾ അറിയില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഈ യുദ്ധം ഉടനെ പുട്ടിൻ മുൻകൈയെടുത്ത് തീർക്കും എന്ന് നമ്മൾ ആരും കരുതുന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ട്രംപ് ചിലപ്പോൾ ഇങ്ങനെ ഒരു വരും. കാരണം നമ്മളുമായിട്ട് ഇപ്പോൾ കരട് വ്യാപാര കരാർ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ട്രംപ് ചിലപ്പോൾ റഷ്യയെ പൂട്ടാനായിട്ട് ഇങ്ങനെ ഒരു ആയുധം പ്രയോഗിച്ചുകൂടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ തിക്തഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അതും കൂടെ നമ്മൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട ഘടകമാണ്. അതും നോക്കണം. അപ്പം ഈ ആഗോള തലത്തിൽ തന്നെ ഇതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൈനയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, നമുക്ക് ഒന്നിച്ചു നിൽക്കാം. നമ്മുടെ ഇടയിലുള്ള പ്രധാന പ്രശ്നം വിശ്വാസക്കുറവാണ്. അതുകൊണ്ട് പരസ്പര വിശ്വാസത്തിൽ പോവാം. നമ്മൾ പണ്ടേ പറയുന്നത് ചതിയൻ ചൈന എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയം അതിനകത്തുണ്ട്. അപ്പം ഷീ ജിൻപിങ്ങുമായിട്ടൊരു അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച, നേരത്തെ ഒന്നും അജണ്ട ഇല്ലാഞ്ഞൊരു കൂടിക്കാഴ്ച. അത് തന്നെയുമല്ല, നരേന്ദ്രമോദി അവർ ഒഫീഷ്യലായിട്ട് ചൈന ദിവസങ്ങളിൽ ചൈന സന്ദർശിക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദില്ലി അതിന് മറുപടി കൊടുത്തിട്ടില്ല. അവർ പക്ഷെ കൊടുക്കുമായിരിക്കാം. അത് മുമ്പ് നമ്മൾ കേട്ടിരുന്നു, ഈ ബ്രിക്സിന് ശേഷം നരേന്ദ്രമോദി ചൈനയിൽ പോകും, ചില വലിയ കരാറുകളിൽ ഒപ്പിടുമെന്ന്. പക്ഷെ അങ്ങനെയുള്ള നീക്കങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ രണ്ടു കൂട്ടർക്കും സഹകരിച്ച് നിന്നാൽ മാത്രമേ മുൻപോട്ട് കയറി വരാൻ കഴിയൂ. കാരണം വികസ്വര രാജ്യങ്ങളാണ്, മുമ്പോട്ട് കയറി വരുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒന്നിച്ച് നിന്നാൽ കുറച്ചുകൂടി ഗുണമുണ്ടാകും. പക്ഷെ രണ്ടു കൂട്ടരുടെയും പ്രധാന പ്രശ്നം രണ്ടു കൂട്ടർക്കും പരസ്പരം വിശ്വാസമില്ലായ്മ എന്നൊരു വലിയ വിഷയം ഇതിനകത്തുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ അങ്ങനെ കയറി കൈ കൊടുക്കാൻ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഇവർ ചതിക്കും എന്നൊരു തോന്നൽ പൊതുവേ ഉണ്ട്. അവരെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ട് നമുക്കുണ്ട്. അവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഇതുവരെ ഇന്ത്യ കാണാത്ത ഒരു ഭരണാധികാരിയാണ്. വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കണ്ണിങ് ആയിട്ടാണ് പുള്ളി പോകുന്നത്. ശക്തനാണ്, കണ്ണിങ് ആണ്. അപ്പൊ അവിടെ ഒരുമാതിരിപ്പെട്ട ഉടായ്പൊന്നും നടക്കത്തില്ല എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. അപ്പൊ എന്ത് പറ്റും, ഈ പരസ്പരം രണ്ടു കൂട്ടർക്കും വിശ്വാസമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബന്ധം അകന്നുകൊണ്ടേയിരിക്കും. അപ്പം വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മാസം മുമ്പ് അജിത് ഡോവൽ അവിടെ പോയിരുന്നു. പിന്നെ ഈ ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കർ പറഞ്ഞത് ഭീകരവാദത്തിനെതിരെ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല, 0 ടോളറൻസ് ആണ്, ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കും, അത് ഞങ്ങളുടെ നിലപാടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് അറിയുന്നത്. ഇനി നമുക്ക് ഈ കരാറിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അമേരിക്കയുമായി ഒപ്പുവെക്കുമെന്ന്. എന്നുവെച്ചാൽ ട്രംപിനും വലിയ ടെൻഷനാണ്. കാരണം അദ്ദേഹത്തിന് 100ാം ദിനം ആഘോഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൈ വേണ്ടേ. ഏതായാലും അവസാനം ഒരു കരാർ ഒപ്പിച്ചിട്ടുണ്ട്. ഒരു കരാറാണ്. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അത് ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഈ 4 കാര്യങ്ങളിൽ വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു 2 രാജ്യങ്ങൾക്കും ദോഷമില്ല. എന്നാൽ വലിയ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഗുണം കിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ചിലപ്പോൾ ഗുണം കൂടുതൽ കിട്ടാനും സാധ്യതയുള്ളൂ. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, US കയറ്റി അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% അടിസ്ഥാന തീരുവ ചുമത്താൻ തീരുമാനമായി. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ US ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മിനിമം ഒരു 11.5 ആക്കണം. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 7% താരിഫേ പാടുള്ളൂ.
എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇന്ത്യ അംഗീകരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ 10% താരിഫിൽ അവർ ഓക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ ഈസിയാകും, നമ്മുടെ ഉൽപ്പാദകർക്ക് കുറച്ചുകൂടി ഈസി ആവും. അമേരിക്ക അവരുടെ 7 എന്നുള്ളത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം, 7 എന്നുള്ളത് ചിലപ്പോൾ 8 ആയി വന്നേക്കാം. അതായത് നിലവിൽ ഇതല്ലല്ലോ അവർ തന്നിരിക്കുന്ന, അവർ പറഞ്ഞിരിക്കുന്ന താരിഫൊക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പാലുൽപാദന മേഖലയിൽ ഇവിടെയാണ് ട്രംപ് ഏറ്റവും കൂടുതൽ കടുംപിടുത്തം പിടിച്ചൊരു കാര്യം. നമ്മുടെ പാലുൽപാദന മേഖലയിൽ കടന്നു വരണമെന്നായിരുന്നു. അത് നമ്മൾ ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. അതിപ്പോൾ അതിനകത്തൊരു ചെറിയ വേരിയേഷൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ ഒരു പരിമിതമായ രീതിയിൽ ഇവിടെ വിൽക്കാൻ പറ്റും. സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാലിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ടല്ലോ, ബട്ടർ, അങ്ങനെയുള്ള ഐറ്റംസ്, അത് പരിമിതമായ രീതിയിൽ. അതിപ്പോഴത്തെ നിലവിൽ തന്നെ പല രാജ്യങ്ങളുടെയും ഇതുണ്ട് നമ്മുടെ വിപണിയിൽ. അത് പരിമിതമായ രീതിയിലേക്ക് ആക്കി. അപ്പോഴും ട്രംപിന് ഒരു അത്യാവശ്യം മാനം രക്ഷിക്കാൻ പറ്റും. ട്രംപ് പറഞ്ഞത് മുഴുവനായി വേണമെന്നാണ് പറഞ്ഞത് നമ്മുടെ പാൽ വിപണി. അത് നൽകാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ കാർഷിക വിപണി പരിമിതമായ ഒരു പ്രവേശനം ഇന്ത്യ അനുവദിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്ന കാര്യം, നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ പരിമിതമായി അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാന വിളകളിലൊന്നും നടക്കില്ല, ചോളം പോലെ ഇല്ലെങ്കിൽ സോയാബീൻ പോലെ നമ്മുടെ പ്രധാന വിളകളിൽ നടക്കില്ല. മറ്റു വിളകളിൽ മറ്റു രാജ്യങ്ങൾക്ക് അനുവദിച്ചതുപോലെ ഒരു ഇളവ് ഇവർക്ക് നൽകും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോഴും ഈ കരാറിൽ അത് അതേപോലെ തന്നെ നിൽക്കുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓട്ടോമൊബൈൽ രംഗത്ത് ഒരു ഏകീകൃത താരിഫ് വരികയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതിനും അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനും വരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് വമ്പൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെയുള്ള ഈ മോട്ടോർ വാഹന നിർമ്മാതാക്കൾക്കും അതുപോലെ ഓട്ടോമൊബൈൽ എന്താണ് ഈ സാധനങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്നവർക്കും ഒക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും. അത് ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കയറി പോകാനും അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ. പക്ഷെ ഇതിന്റെ ഒരു ആത്യന്തികമായ ഫലം വരുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൂടുതൽ ഇന്ത്യക്ക് ഗുണപ്പെടും. കാരണം ഈ അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് വാഹന കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ തൊഴിലാളികളുടെ ഒരു എന്താ പറയുന്നത്, താരിഫ് ഏകീകരിച്ചാൽ പിന്നെ എവിടെ ആയാലും ഒരുപോലല്ലേ ഉള്ളൂ. അപ്പം ഈ കുറഞ്ഞ റേറ്റിന് ഇപ്പൊ ആപ്പിളൊക്കെ ചെയ്യുന്നത് പോലെ ഇവിടെ വന്നിട്ട് അവർക്ക് കുറഞ്ഞ റേറ്റിന് അവർക്ക് ഉൽപാദനം നടത്താൻ പറ്റും. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വിറ്റഴിക്കാനും ഒക്കെ പറ്റും. ഈ താരിഫിന്റെ ഒരു വിഷയം ഇന്ത്യയിലാണെങ്കിൽ വലിയ രീതിയിലുള്ള ടാക്സുകളോ ഞെരുക്കമോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാറില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇത്രയും പ്രധാനപ്പെട്ട ഈ 4 ഹൈലൈറ്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കരാറിലുള്ളത്. അത് അടുത്ത ദിവസം തന്നെ. പക്ഷെ നമ്മൾ ആത്യന്തികമായി ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ട്രേഡിങ്ങിലേക്ക് നമ്മൾ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UK നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്ന അതേ ഒരു കരാർ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൽപ്പന്നങ്ങൾ കയറ്റി ഇറക്കുമതി ചെയ്തതിന് ഒരു മിനിമം താരിഫിലുള്ള ഒരു ടാക്സ് മാത്രം വെച്ചുകൊണ്ട് ഒരു ഫ്രീ ട്രേഡിങ്ങിലേക്ക് പോകും എന്ന് അമേരിക്കയിൽ ട്രംപ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ആശ്വാസകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മോദിയെ സംബന്ധിച്ച് ഇത് വിജയമാണ്. കാരണം നിലപാടുകളിൽ നിന്ന് വെള്ളം ചേർക്കേണ്ടി വന്നില്ല, നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നില്ല. അമേരിക്ക ട്രംപിന് മുമ്പിൽ മുട്ടിലിഴയുന്നു എന്നൊരു ഒരു അപഖ്യാതി കേൾക്കേണ്ടി വരുന്നതുമില്ല. ഇവിടെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇപ്പോൾ ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഇത് ഒപ്പുവെച്ച് കഴിഞ്ഞ ഉടനെ ആളെ കുറെ ഗുണ്ടൊക്കെ അടിക്കും, അത് വേറെ കാര്യം. എന്നാൽ പോലും UK, ചൈന, തായ്വാൻ, ഇപ്പോൾ ഇന്ത്യ, അത് 4 രാജ്യങ്ങൾ. അതിൽ തന്നെ ഏഷ്യയിലെ 2 പ്രബല രാജ്യങ്ങളുമായിട്ടും കരാർ സൈൻ ചെയ്യാൻ പോകുന്നു. കാരണം ചൈനയുമായിട്ട് ചില വിഷയങ്ങൾ നമ്മളെപ്പോലെ തന്നെ നമ്മളും ചില കാര്യങ്ങളാണ് ഇവരുമായിട്ട് കരാർ ഒപ്പുവെക്കുന്നത്. ചൈനയും അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിലാകെ ഫുൾ സ്കെയിലിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം തായ്വാൻ മാത്രമാണ്. അതായത് അവരുടെ വിപണി ഫുള്ള് തുറന്നു കൊടുത്തിട്ടുള്ളത്. UK പോലും അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് ആണത്. 200 രാജ്യങ്ങൾ 100 ദിവസത്തിനുള്ളിൽ ഞാൻ ഒപ്പുവെപ്പിക്കും എന്ന് പറഞ്ഞെടുത്ത് പ്രധാനപ്പെട്ട ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ, UK പോലുള്ള രാജ്യങ്ങളെ ഒപ്പുവെക്കാൻ പറ്റിയത് തന്നെ അദ്ദേഹത്തിന് ഒരു നേട്ടമായി അവതരിപ്പിക്കാനും കഴിയും. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കരട് രേഖ. ഇത് നമ്മൾ ആലോചിക്കണം, ഈ കരട് ഉണ്ടാക്കാൻ തന്നെ നമ്മൾ എത്രയോ മാസങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തി എന്നുള്ളത് അറിയാം. ജയശങ്കർ ഒരു സംഘം ഇപ്പോഴും അവിടെ ഉണ്ട്. പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു. അവസാനം ട്രംപ് ഏതാണ്ടൊക്കെ ഇതായെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് കീറാമുട്ടിയായിട്ട് ഇന്ന് 2 വിഷയങ്ങളെ ഉള്ളായിരുന്നു. ഒന്ന് നമ്മുടെ കാർഷിക വിപണിയിലുള്ള ഇടപെടല്, അത് നമ്മൾ അനുവദിച്ചിട്ടില്ല, പരിമിതമായ ഒരു അനുവാദം നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ കാര്യം പാല് ഉൽപാദന മേഖലയിൽ അവിടെയും നമ്മൾ അവരുടെ ഈ സംസ്കരിച്ച ഫുഡിന് മാത്രമാണ് ഒരു അനുമതി കൊടുത്തിരിക്കുന്നത്. മുമ്പ് അവരവരുടെ പാലും എന്താണ് ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന പാലും പാൽപ്പൊടിയൊക്കെ ആയിരുന്നു പുള്ളിയുടെ മനസ്സിലുള്ള ഐഡിയ. പക്ഷെ അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ മേഖലയും ഇല്ല.
ഇപ്പൊ ഏതാണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രംപിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാൻ ഒരു വലിയ കാര്യം. അത് മാത്രമല്ല, ഇതിന് പിന്നിൽ ട്രംപ് ലക്ഷ്യം വെക്കുന്ന വലിയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിപ്പോ ഈ ഒരു ഉം. കരാറ് മാത്രമല്ല ട്രംപ് നോക്കുന്നത്. കാരണം അവരുടെ ഒരു പ്രധാന വിപണി എന്ന് പറയുന്നത് ആയുധ വിപണി തന്നെയാണ്. ഫൈറ്റർ ജെറ്റുകളും ബോംബർ ജെറ്റുകളും ഒക്കെ. അപ്പൊ അതിനകത്ത് അദ്ദേഹം കണ്ണു വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അധികം വൈകാതെ ഇന്ത്യ അങ്ങനെ ഒരു കരാർ അമേരിക്കയുമായിട്ട് വെക്കാം. ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു ട്രംപിന്റെ ഫൈറ്റർ ഏറ്റവും ജെറ്റോ. വലിയ ഏറ്റവും വലിയ നോട്ടം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഓയിൽ വിപണിയാണ്. അത് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെ 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 13 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം ഇന്ത്യ ഓയിൽ 13 ലക്ഷം കോടി. അപ്പൊ അതാണ് അത്. ഇന്ത്യ ഇപ്പോൾ 40 രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് ഇപ്പൊ 60 ആക്കാൻ പോകുന്നു കേൾക്കുന്നു. ആ സഹകരിച്ച് കൂട്ടി കൊടുക്കുകയാണെന്ന് പറയുന്നു. മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ട്രംപിന് അതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൽ 500% താരിഫ് തരൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ വിരട്ടുന്നത്. പക്ഷേ ഇന്ത്യ അപ്പോഴും ട്രംപിന്റെ അടുത്ത് പോകുന്നില്ല. ഇന്ത്യ അപ്പോഴും നമീബിയയിലും നൈജീരിയയിലേക്ക് പോയാണ് എണ്ണപ്പാടങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്നത്. ട്രംപിന്റെ അടുത്ത് പോകുന്നില്ല. അതെ, അതൊരു വിഷയമാണ്. അത് നടക്കില്ലെന്ന് ട്രംപിനും അറിയാം. അത് ഉം. ട്രംപിന്റെ ആഗ്രഹം വെച്ചാൽ മുഴുവൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ക്രൂഡ് ഓയിൽസും അമേരിക്കയിൽ നിന്ന് വാങ്ങണം. അത് നടക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം. പിന്നെ അവർ നോക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അവിടെ ഈ ആയുധ വിപണിയിൽ, കാരണം ഇന്ത്യ ഒരു വലിയ ഡീല് നടക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. കാരണം ഉം. ഇന്ത്യ റഷ്യയുടെ നിന്നാണ് ഇപ്പോൾ വാങ്ങുന്നത്. ഇപ്പൊ ഇന്ത്യ ഫ്രാൻസിന്റെ നിന്നും ഇസ്രായേലിന്റെ നിന്നും വാങ്ങുന്നുണ്ട്. അധികം വൈകാതെ അമേരിക്കയുടെ നിന്ന് ഒരു ഡീല് നടത്തും എന്നവർ കരുതുന്നുണ്ട്. അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് പിണക്കണ്ട, കാരണം അവരുമായി ഇണങ്ങിപ്പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭകരം. കാരണം വരുമാനമാണല്ലോ പ്രധാനം, അല്ലാതെ യുദ്ധമല്ലല്ലോ. ഉം. അപ്പൊ അതുകൊണ്ട് ഉം. അത് വേണ്ടിയിട്ട് ചില ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ 100 ദിവസം ആഘോഷിക്കുമ്പോൾ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. ചൈന, UK, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് എനിക്ക് കരാർ, വലിയ രാജ്യങ്ങളുമല്ലേ, വലിയ വിപണികളല്ലേ, അതെ അതെ ചെയ്യാൻ പറ്റും. അതെ ഇന്ത്യക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമേരിക്ക പോലൊരു വലിയ വിപണിയിൽ വലിയ പ്രയാസമില്ലാതെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും പറ്റി. അതായത് ഇതേപോലെ ഒരു രീതിയാണ് ട്രംപ് എല്ലായിടത്തും സ്വീകരിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ലോകം പോയേനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉം. ആ ഒരു കടുംപിടുത്തവും ഒക്കെ കൊണ്ടാണ് സംഭവിക്കാതെ. ഇനിയിപ്പോ എല്ലായിടത്തും ഇങ്ങനത്തെ ഓരോ ഡീല് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ. അതിനുശേഷം പറയുന്നത് ട്രംപ് ഇന്ത്യയിലെത്തും, ഒരു സമ്പൂർണ്ണ കരാർ ഒപ്പുവെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഈ കരാറിന്റെ ഉം. ഭാവി അനുസരിച്ചിട്ടല്ലേ അടുത്ത കരാർ ഇരിക്കുന്നത്. ഈ കരാർ അതെ എങ്ങനെ അതെ. മുമ്പോട്ട് പോകുന്നു എന്നനുസരിച്ച്. കാരണം ട്രംപ് ആയതുകൊണ്ടാണ് വിഷയം. കാരണം പുള്ളിക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പുള്ളിയുടെ കൂറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നതോടുകൂടി ഇനിയിപ്പോ അതെ അതെ എന്താണ് അതെ അവസ്ഥ അതെ. എന്നറിയില്ല. എന്തായാലും ആദ്യം ഒന്ന് വിരട്ടി നോക്കി, എല്ലാ രാജ്യങ്ങളെയും വിരട്ടി നോക്കുന്നുണ്ട്. ആ വിരട്ടൊന്നും ഏൽക്കാത്തത് കൊണ്ട് പിന്നീട് ട്രംപ് തന്നെ അയയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പണ്ടൊരു ചൊല്ലുണ്ട്, പാണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയും. അതുപോലെയാണ് ഇപ്പൊ ട്രംപിന്റെ കാര്യം. എന്തായാലും നോക്കാം, കരാറായല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ കരാറിന്റെ ഭാവി അനുസരിച്ചായിരിക്കും അടുത്ത ഒറിജിനൽ ഫ്രീ ട്രേഡ് കരാർ വരുന്നത്. താങ്ക് യു.